പറഞ്ഞു വന്നത് സന്താന പരിപാലനത്തിൽ വിശ്വാസികളെന്ന നിലക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം തുച്ഛമായിട്ടുള്ള ചില ഐഡിയകൾ മാത്രമാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വെച്ചിട്ടുള്ളത്. ബാക്കി ഇതിനെ ഇംപ്ലിമെന്റ് ചെയ്യുകയും ഇത് പ്രായോഗികവൽക്കരിക്കുകയൊക്കെ ചെയ്യേണ്ടത് നമ്മൾ ഓരോരുത്തരാണ്. ഇങ്ങനെ 10-14 വർഷത്തോളം നമ്മൾ മക്കളെ നമ്മുടെ വലയത്തിനുള്ളിൽ കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പിന്നെ അങ്ങോട്ടുള്ളൊരു ഘട്ടെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പാടുന്നൊരു ഘട്ടമാണ്. പിന്നെ കെട്ടയച്ചു വിടുന്ന ഒരു സംസ്കാരം ഉണ്ടാവരുത്. മറിച്ച് 14 വയസ്സ് മുതൽ 21 വയസ്സ് വരെയുള്ള ഈ ടീനേജും അതിനപ്പുറത്തുള്ള കുറച്ച് ഭാഗങ്ങളും ക്യാമ്പസ് വരെയുള്ള ഈ ചുറ്റുപാടെന്ന് പറയുന്നത് കൃത്യമായി നമുക്ക് മനസ്സിലാക്കിയാൽ കാണാൻ കഴിയും. അവിടെ ഫ്രണ്ട്ഷിപ്പിന് വലിയ പ്രാധാന്യമുള്ള കാലഘട്ടം, ഫ്രണ്ട്ഷിപ്പിന് വലിയ പ്രാധാന്യമുള്ള ഒരു സാഹചര്യമാണ് ഈ മൂന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത്. എന്തു കാര്യം ഒരു ഫ്രണ്ട് അവനോട് അതിനൊരു മത്സരബുദ്ധി കാണിച്ചു കഴിഞ്ഞാൽ ആ ഫ്രണ്ടിന്റെ വലയിൽ പെടുന്ന ഒരു സാഹചര്യം. അവിടെ മഹാന്മാരായ മുൻഗാമികൾ താപിയകൾ നമ്മളോട് പറയുന്നു, നിങ്ങൾ അവിടെ ഒന്നും ചെയ്യണ്ട, ഓരോ ഫ്രണ്ട് ഏറ്റവും വലിയ ബെസ്റ്റ് ഫ്രണ്ട് നിങ്ങളായാൽ മതി. ഏറ്റവും മക്കളുടെ ബെസ്റ്റ് ഫ്രണ്ട് ഉമ്മ മകളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആവുന്നു എന്ന് പറഞ്ഞാല് ബെസ്റ്റ് ഫ്രണ്ടിന്റെ അഭിപ്രായത്തിനാണ് ഒരു പ്രാധാന്യം കൊടുക്കുക. ഉപ്പ മകന്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ഉപ്പ ബെസ്റ്റ് ഫ്രണ്ട് ആണെന്നോ ബെസ്റ്റ് ഫ്രണ്ടിന്റെ മേൽക്ക് പിന്നെ പോകില്ല. അത് അങ്ങനെ ആവാത്തോണ്ടാണ് പലപ്പോഴും നമ്മുടെ വീടുകളിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്, പ്രയാസങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോ മദ്യപിക്കുന്ന മക്കൾ ഉണ്ടാകുന്നത് അവർക്ക് മദ്യപിക്കണമെന്ന് താല്പര്യം ഉണ്ടായതുകൊണ്ടല്ല. പുകവലിക്കുന്ന മക്കളുണ്ടായത് ഈ മറ്റുള്ള നമ്മളെ ചുണ്ടുകൾക്കിടയിലേക്ക് വെക്കുന്ന ആ വസ്തുക്കളൊക്കെ അവർ അതിന് അഡിക്ഷനായി പോയത് അവരുടെ കുഴപ്പമില്ല, അവരുടെ ഫ്രണ്ട്സ് മുഖാന്തരം കൂട്ടുകാര നിമിത്തമാണ് ഇതൊക്കെ ഉണ്ടായിട്ടുള്ളത്. ക്യാമ്പസുകളെ പരിശോധിക്കുമ്പോൾ നമുക്ക് അതിന്റെ സർവേ നടത്താൻ നമുക്ക് കഴിയും. കാരണം അത് അങ്ങനെ തന്നെയാണ്, യാതൊരു സംശയവുമില്ല. അപ്പോ ഏറ്റവും നല്ല ഫ്രണ്ട് വാപ്പയാണ്. ആ വാപ്പ മകന് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ വളരെ സെറ്റപ്പ് ആയിട്ടുള്ള ഇസ്ലാമികമായിട്ടുള്ള ചിട്ടവട്ടങ്ങൾക്കനുസരിച്ച് വാപ്പയും മകനും ഒരുമിച്ച് ജമാഅത്ത് നമസ്കാരങ്ങൾക്ക് പങ്കെടുക്കുന്നു, സുബഹിന് നേരത്തെ പള്ളിയിൽ എത്തിച്ചേരുന്നു,